ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി മാനി മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. കരിക്കിൻ്റെ സംതിങ് ഫിഷി എന്ന സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡ് കണ്ടതിന് ശേഷം എനിക്കതിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാനായി പോകുന്നത്. വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ സ്പോയിലറായി പോകണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് എപ്പിസോഡുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. നമുക്ക് നേരെ വീട്ടിലേക്ക് വരാം. ഒന്ന്, ഈ എപ്പിസോഡിന്റെ തമ്പനയിൽ ശ്രദ്ധിച്ചാൽ അതവർ വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നതെന്ന് കാണാം. കാരണം ഈ രണ്ട് എപ്പിസോഡുകളുടെയും കഥ മുഴുവനായി നടക്കുന്നത് സ്റ്റെഫിന്റെ മദർ തെരേസയുടെ അമ്മ തെരേസയ്ക്ക് വേണ്ടി അക്കൗണ്ടിൽ സൂക്ഷിച്ചിരുന്ന പൈസയുടെ പേപ്പർ കിട്ടുന്നതിലൂടെയാണ്. ഈ ഒരു പേപ്പർ കിട്ടിയതിന് ശേഷമാണ് ഈ മുഴുവൻ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. സോ ഈ കാര്യങ്ങളെ എല്ലാം മൊത്തത്തിൽ സൂചിപ്പിക്കുന്നത് പോലെയാണ് ഈ എപ്പിസോഡിന്റെ തമ്പനയിലായി ഇവർ ഈ ചിത്രം തന്നെ യൂസ് ചെയ്തത്. രണ്ട്, ആദ്യത്തെ എപ്പിസോഡിൽ തെരേസ വന്നുകൊണ്ട് അവറാനോട് ജെഫിനെ തട്ടിക്കൊണ്ടുപോയത് അന്വേഷിക്കാൻ വന്ന പോലീസുകാരാണ് എന്ന് പറയുന്ന സമയത്ത് അവറാൻ അവനെ വീണ്ടും തട്ടിക്കൊണ്ടുപോയോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം നമ്മളത് കാണുമ്പോൾ ജെഫിനെ ആദ്യം തട്ടിക്കൊണ്ടുപോയതിന്റെ പേടിയിലാണ് അത്തരത്തിൽ ചോദിക്കുന്നതെന്നാണ് തോന്നുന്നത്. എന്നാൽ ഈ രണ്ടാമത്തെ എപ്പിസോഡ് കാണുമ്പോൾ ഈ അവറാനും ലാസറും ചേർന്നുകൊണ്ട് ജെഫിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നുവെന്നും ഇതിനിടയിൽ ഇവരറിയാതെ മാത്യൂസ് തട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെ ഇവർ തട്ടിക്കൊണ്ടുപോയതിന്റെ ഇടയിൽ കയറി മറ്റാരോ കളിച്ചതുകൊണ്ട് അവന്മാർ വീണ്ടും വന്നോ എന്നുള്ള അർത്ഥത്തിലായിരുന്നു അവറാൻ ഈ ഡയലോഗ് പറഞ്ഞിരുന്നതെന്ന് മനസ്സിലാക്കാം. ഈ രണ്ടാമത്തെ എപ്പിസോഡിൽ ആ കയറിനെ പറ്റി അന്വേഷിക്കുന്ന സമയത്ത് കയർ മിസ്സായിരിക്കുന്നുവെന്നും ആരോ അത് എടുത്തിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. ഈ സമയം മഴയത്ത് റെയിൻകോട്ട് ഇട്ടുകൊണ്ട് ആരോ നടന്നു വന്നുകൊണ്ട് അത് എടുക്കുന്നതായി കാണിക്കുന്നു. ആദ്യം ഞാൻ കരുതിയത് ഇതിന്റെ അവസാനം ഇതിനൊരു തുടർച്ച ഉണ്ടാകുമെന്ന് കാണിച്ചതുകൊണ്ട് അത്തരത്തിൽ പുതിയൊരു വില്ലന്റെ ഇൻട്രൊഡക്ഷൻ പോലെ ഇവിടെ കാണിച്ചിരിക്കാമെന്നാണ്. എന്നാൽ പിന്നീട് മാത്യൂസും ജോലിക്കാരും ഇതിൽ ഇൻവോൾവ്ഡ് ആണ് എന്ന് കാണിച്ചത് വെച്ച് നോക്കുമ്പോൾ ഈ മാത്യൂസിന്റെ ജോലിക്കാരിലെ ഇയാൾ ധരിച്ചിരിക്കുന്ന ഷൂസ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നയാളുടെ ഉള്ളതെന്നും ഏകദേശം അയാളുടെ സൈസ് തന്നെയാണ് ഇവിടെയുള്ളയാൾക്കുമെന്നും കാണാം. താഴേക്ക് വീണ പെട്ടിയെടുക്കാനായി മാത്യൂസ് ഓടി വരുന്ന സമയം കയറൂരി അങ്ങോട്ടേക്ക് എറിഞ്ഞതാണെന്നും അതാണ് പിന്നീട് ഇയാൾ വന്ന് എടുത്തുകൊണ്ട് പോകുന്നതെന്നും മനസ്സിലാക്കാം. കൂടാതെ ഈ സീനിൽ അവിടെ മഴ പെയ്യുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ജെഫിനെ തട്ടിക്കൊണ്ടുപോകുന്ന രാത്രിയിലും അവിടെ ഇടിമിന്നലും മറ്റും ഉള്ളതായി കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സീരീസിന്റെ അവസാനത്തിൽ ലെക്സും പോലീസുകാരനും ചായക്കടയിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ കാണിക്കുന്ന വാർത്തയിലായി സംസ്ഥാനത്ത് മഴ കൂടുതലായതുകൊണ്ട് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതായി കാണാം. മറ്റൊന്ന്, മാത്യൂസിന്റെ വർക്കേഴ്സിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അവിടെ ഇവരെ കൂടാതെ മൂന്നാമതൊരാൾ ഉണ്ടായിരുന്നുവെന്നും അവന്റെ പേര് ബ്രിട്ടോ എന്നാണെന്നും അവനൊരു ഒറ്റബുദ്ധിക്കാരനാണെന്നും എല്ലാം പറയുന്നുണ്ട്. സോ ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് കരിക്കിന്റെ തേരാപ്പാര സീരീസിലെ എടുത്തുചാട്ടക്കാരനായിട്ടുള്ള പെട്ടെന്ന് തന്നെ ബോംബെല്ലാം എടുത്തെറിയാൻ തീരുമാനിക്കുന്ന സീൻ ബ്രിട്ടോ എന്ന ക്യാരക്ടറിന്റെ ഒരു റെഫറൻസ് ആയിട്ടായിരിക്കാം ഇവിടെ ഇങ്ങനെ പറഞ്ഞു പോയത്. ഒരു പക്ഷേ ഇതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഈ ബ്രിട്ടോയെ നമുക്ക് കാണാനും ചിലപ്പോൾ സാധിച്ചേക്കും. മാത്യൂസിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അയാൾ ഒരു തൊഴിലാളിയായി തുടങ്ങി പിന്നീട് മുതലാളിയായി മാറിയതാണ് എന്ന് പറയുമ്പോൾ അയാളുടെ കൈകൊണ്ടുള്ള ആക്ഷൻ രജനീകാന്തിന്റെ സ്റ്റൈൽ അനുകരിക്കുന്നത് പോലെ ഒരുവൻ മുതലാളി എന്നെല്ലാം സൂചിപ്പിക്കുന്നത് പോലെയാണ് കാണിച്ചിരിക്കുന്നത്. സാറാ, ഞാനൊരു തൊഴിലാളിയാ തുടങ്ങിയതാ, ഇന്നൊരു മുതലാളിയാ. ഇതുകൂടാതെയും ഈ സീരീസിൽ ദൃശ്യം എന്ന സിനിമയിലെ പോലെ വെറും ഒരു മെഡിക്കൽ ഷോപ്പ് ഓണറിന്റെ ബുദ്ധിയല്ല ലാസർ അങ്കിളിൽ നിന്നും തൊണ്ടി മുതലും ദൃക്സാക്ഷിയിലെ ഫഹദിലെ ക്യാരക്ടർ പറയുന്നത് പോലെ കളിയാക്കല്ലേ സാറേ, ഈ പ്രായത്തിലൊക്കെ നല്ല വിശപ്പ എന്നുള്ള ഡയലോഗും ഈ സീരീസിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്യൂസിന്റെ വർക്ക്ഷോപ്പിലെ കാറിൽ ലെക്സ് കുടുങ്ങി പുറത്തേക്ക് വരുന്ന സമയത്ത് പോലീസുകാരൻ താൻ എന്തിനാ ഇതിനകത്ത് കയറിയതെന്ന് ചോദിക്കുമ്പോൾ ലെക്സ് ചില ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാൻ കയറിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോകുന്ന സമയം മാത്യൂസും ആ ജോലിക്കാരും ഈ ക്രൈമിൽ ഇൻവോൾവ്ഡ് ആയിരിക്കുന്നത് കൊണ്ട് ലക്ഷ്മൺ ക്ലിയർ ചെയ്യാനായി കയറിയിട്ടുള്ള ഡൗട്ട് എന്താണ് എന്നുള്ള അർത്ഥത്തിൽ മാത്യൂസ് ജോലിക്കാരനെ നോക്കുന്നതായും ജോലിക്കാരൻ ഒന്നുമില്ല എന്നുള്ള രീതിയിൽ വണ്ടിയിലേക്ക് നോക്കുന്നതായും കാണാം. എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ടായിരുന്നു, ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി. എല്ലാം ക്ലിയർ ആയി. ഈ വണ്ടിയല്ല, നമുക്ക് പോവാം. ഞാൻ എൻ്റെ അടുത്ത് കിടന്ന് പോലീസ് സാർ, എനിക്കൊരു 4 സർവീസ് വേണം. ഉണ്ണി മാത്യൂസിന്റെ ക്യാരക്ടർ പോലീസുകാരനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അയാൾ ലൗഡ് സ്പീക്കറിലായതുകൊണ്ട് ഈ സമയം അങ്ങോട്ടേക്ക് നടന്നു വരുന്ന ലെക്സ് എന്ന ക്യാരക്ടർ ഇത് കേൾക്കുന്നതായി കാണിച്ചിട്ടുണ്ട്. അവിടെ ലെക്സ് അങ്ങോട്ടേക്ക് നടന്നു വരുമ്പോൾ ശ്യാം ഹെൽമെറ്റ് വെച്ചിരിക്കുന്നതായും ഒരുപക്ഷെ ഹെൽമെറ്റ് വെച്ചത് കൊണ്ടാണ് ലെക്സിന്റെ കാൽപെരുമാറ്റം ശ്യാം കേൾക്കാതെ പോയതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ലെക്സി എന്ന ക്യാരക്ടറിനെ ആദ്യത്തെ എപ്പിസോഡിലും ഈ എപ്പിസോഡിലും കാണിച്ചിരിക്കുമ്പോൾ ഈ രണ്ട് സമയത്തും അയാൾ ഇടുന്ന ടീഷർട്ടിൽ നമ്പറുകളും മറ്റും കൊടുത്തിരിക്കുന്നതായും ഏകദേശം ഒരേ ടൈപ്പ് ടീഷർട്ട് തന്നെയാണ് ഇയാൾ യൂസ് ചെയ്തിരിക്കുന്നതെന്നും കാണാം.
സോ ഈ ഒരു ലെക്സ് എന്ന ക്യാരക്ടർ സ്ഥിരം ഇത്തരത്തിലുള്ള ടീഷർട്ടുകൾ തന്നെയായിരിക്കാം യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു തുടർച്ച ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സീരീസിലും നമ്മൾ ലെക്സിനെ ഇത്തരത്തിലുള്ള വേഷത്തിൽ തന്നെയാകാം കാണാൻ പോകുന്നത്. ലാസർ എന്ന ക്യാരക്ടർ മെഡിക്കൽ ഷോപ്പ് ഓണർ ആയതുകൊണ്ട് ക്ലോറോഫോമും മറ്റും കിട്ടാൻ അയാൾക്ക് എളുപ്പമാണെന്നും ഒരുപക്ഷെ അയാൾക്ക് ഈ ക്രൈമിൽ പങ്കുണ്ടാകാമെന്നും നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ പറഞ്ഞിരുന്നതാണ്. ഏകദേശം അത്തരം കാര്യങ്ങൾ ഈ ഒരു എപ്പിസോഡിൽ കാണിച്ചു പോകുന്നുണ്ട്. അതുപോലെ തന്നെ മാത്യൂസ് എന്ന ക്യാരക്ടറിനെ പറ്റി പറഞ്ഞപ്പോൾ തെരേസയും മകളുമെല്ലാം വീടിന്റെ അകത്തേക്ക് കയറി വന്ന് ഫോണിൽ സംസാരിക്കുമ്പോൾ ആ സമയം മാത്യൂസ് വണ്ടിയിലായതുകൊണ്ട് മാത്യൂസ് ആയിരിക്കാം ഒരുപക്ഷെ ഫോൺ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ അങ്ങനെ തന്നെയല്ല കാണിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ആ സമയം വണ്ടിയിലിരിക്കുന്ന മാത്യൂസ് തെരേസയും ലാസറുമായിട്ടുള്ള സംസാരം ആ വണ്ടിയിലിരുന്നുകൊണ്ട് കേൾക്കുന്നതായി ഈ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഈ ലാസർ വെച്ച സിഗരറ്റ് വലിച്ചുകൊണ്ടാണ് ജെഫിന്റെ ബോധം പോയതെന്നും ആ ഒരു സിഗരറ്റ് ഇവർ ടെസ്റ്റിനായി അയച്ചുവെന്നും അതിന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ടെന്നും അതിൽ കൊഡീൻ ട്രൈപോളിഡൈൻ കണ്ടന്റുകൾ അടങ്ങിയിട്ടുണ്ടെന്നുമെല്ലാം ഇവർ പറയുന്നുണ്ട്. സോ പിന്നീട് മാത്യൂസിന്റെ വർക്ക്ഷോപ്പിൽ വെച്ച് ലെക്സ് കാറിന്റെ ഡിക്കിയിൽ പെട്ടുകിടക്കുമ്പോൾ ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നു എന്ന് കാണിക്കുമ്പോൾ അതിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ടെസ്റ്റിനായി അയച്ചയാളുടെ പേര് ലക്ഷ്മൺ എന്നാണെന്നും ടെസ്റ്റിനായി അയച്ചിരിക്കുന്നത് പകുതി കത്തിച്ചിട്ടുള്ള സിഗരറ്റ് ആണെന്നും അതിൽ ഈ കൊഡീൻ ട്രൈപോളിഡൈൻ കണ്ടന്റുകളെല്ലാം അടങ്ങിയിട്ടുണ്ടെന്നും എന്നീ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയി കൊടുത്തിരിക്കുന്നതായി കാണാം. അടുത്തത്, ലാസർ ഈ ക്രൈമിൽ ഇൻവോൾവ്ഡ് ആണെന്ന് ആദ്യം കാണിച്ചതിന് ശേഷം ലാസറിന് കൂട്ടാളിയായി അവറാൻ ഉണ്ടെന്ന് കാണിക്കുന്ന ടൈമിൽ അവറാന്റെ ആ വെടിവെപ്പിനെ സൂചിപ്പിക്കുന്ന ബിജിഎമാണ് ബാക്ക്ഗ്രൗണ്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം അവറാൻ പിടി വീണു എന്ന് കാണിക്കുന്ന സമയത്ത് വെടിവെച്ച് ഉണ്ടയുടെ കേസ് താഴേക്ക് വീണിരുന്ന ശബ്ദവും മനോഹരമായി യൂസ് ചെയ്തിട്ടുണ്ട്. ലെക്സ് എന്ന ക്യാരക്ടർ ആദ്യത്തെ എപ്പിസോഡിലും ഈ എപ്പിസോഡിലുമെല്ലാം എപ്പോഴും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിട്ട് കാണിച്ചിട്ടുണ്ട്. അതിൽ തന്നെ എനിക്ക് മനോഹരമായി തോന്നിയത് ഈ ലെക്സ് ആ കുട്ടിയോട് കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും കുട്ടിയുടെ കയ്യിലിരിക്കുന്നത് പോലെയുള്ള ഒരു ഐസ്ക്രീം കഴിക്കുന്നതായും കുട്ടി കുറച്ചുപോലും കഴിച്ചിട്ടില്ലെങ്കിലും ലെക്സ് ഓൾറെഡി തന്നെ കഴിച്ചു തുടങ്ങിയിരിക്കുന്നതായും ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, ഇതിൽ ടി വിയിലെ ന്യൂസുകൾ കാണിക്കുമ്പോൾ അതിലെ ന്യൂസ് ചാനലിന്റെ പേരായി കൊടുത്തിരിക്കുന്നത് CC ന്യൂസ് എന്നും ലാസറിന്റെ കമ്പ്യൂട്ടറിൽ വന്ന് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് അവിടെ CC വിഷൻ എന്നും കൊടുത്തിരിക്കുന്നതായി കാണാം. ഒരുപക്ഷെ ഈ CCTV എന്ന് യൂസ് ചെയ്തിരിക്കുന്നത് കൊണ്ടായിരിക്കാം ആ ഒരു പേര് തന്നെ വീണ്ടും എല്ലായിടവും യൂസ് ചെയ്തിരിക്കുന്നതായി കാണിച്ചത്. ലാസർ എന്ന ക്യാരക്ടർ ശബ്ദം മാറ്റിയാണ് ഫോണിലൂടെ സംസാരിക്കുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. സോ ആ സമയം ശബ്ദം മാറ്റാനായി ഇയാൾ ഉപയോഗിച്ചിരിക്കുന്നതും ഇയാളുടെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു കഴുത്തിലിടുന്ന ബെൽറ്റ് തന്നെയാണെന്നും കാണിച്ചിട്ടുണ്ട്. സീരീസിന്റെ അവസാനം എത്തുമ്പോൾ ഈ കേസിന് ഇവരെ സഹായിച്ചിരുന്ന MLAയുടെ മകനെ തന്നെ തട്ടിക്കൊണ്ട് പോയിരിക്കുന്നതായും ആ കേസും ഇതുപോലെ ഒത്തുതീർപ്പാക്കിയിരിക്കുന്നതായിട്ടുമാണ് പറയുന്നത്. സോ എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചതെന്നതിന് എനിക്ക് തോന്നിയിട്ടുള്ള ഉത്തരം, ലാസർ പാറമടയിൽ കൊണ്ടുപോയി ഇട്ടതിനു ശേഷം ജെഫിന്റെ ബോഡി മാത്യൂസിന്റെ ആൾക്കാർ വന്ന് എടുത്തുകൊണ്ട് പോകുമ്പോൾ അവിടെ അവസാനം ക്യാമറ മൂവ് ചെയ്ത് പോകുന്നത് ചെടികൾക്കിടയിലിരുന്ന് ആരോ ഇവരെ വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലാണ്. ഒരു പക്ഷേ അതൊരു ട്രാൻസിഷൻ പോലെ കാണിച്ച് അവസാനിപ്പിച്ചതായിരിക്കാം. എന്നിരുന്നാലും എനിക്ക് തോന്നിയത് ഇത്തരത്തിൽ ആരോ ഇവരെ വാച്ച് ചെയ്തിരുന്നുവെന്നും അതുകൊണ്ടായിരിക്കാം പിന്നീട് ഇവരുടെ കുടുംബത്തെ സഹായിച്ചിരുന്ന MLAയുടെ മകനെ ഇതുപോലെ തട്ടിയെടുത്ത് ഇവർ ചെയ്തതുപോലെ ഒത്തുതീർപ്പിന്റെ വഴിയിലേക്ക് പോയിട്ടുള്ളതുമാകാമെന്നാണ്. അവസാനത്തേത്, നേരത്തെ പറഞ്ഞതുപോലെയുള്ള ലക്ഷ്മൺ എന്ന ക്യാരക്ടർ എപ്പോഴും ഭക്ഷണവും മറ്റും കഴിക്കുന്ന ആളായതുകൊണ്ട് തന്നെ എപ്പിസോഡിന്റെ ഏറ്റവും ഒടുവിൽ ലക്ഷ്മണും പോലീസുകാരനും ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വാർത്ത കണ്ട് അവരങ്ങോട്ടേക്ക് നോക്കുന്ന സമയം രണ്ടുപേരുടെ ചായയും അതുപോലെ തന്നെ ഇരിക്കുന്നതായും, എന്നാൽ അടുത്ത ഷോട്ട് കാണിക്കുന്ന സമയം പോലീസുകാരൻ ചായ കുടിച്ചിട്ടില്ലെങ്കിലും ആ ഒരു സമയം കൊണ്ട് തന്നെ ലക്ഷ്മൺ ചായ ഫുള്ള് കുടിച്ച് തീർത്തിരിക്കുന്നതായും കാണാം. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയും കാര്യങ്ങളെല്ലാമാണ് ഈ എപ്പിസോഡിൽ നിന്നും എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. വളരെ മനോഹരമായി തോന്നിയിട്ടുള്ള ഈ സംതിങ് ഫിഷി എന്ന സീരീസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. ഈ സീരീസിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. നമുക്ക് അടുത്തൊരു എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.